എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ വേദഭാഗത്ത് പ്രത്യേകമായി രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്, നിങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെയെല്ലാം സൂക്ഷിച്ചു കൊള്ളണമെന്ന്. ഇന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തിപരമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹത്തെ എത്രമാത്രം ശ്രദ്ധയോടെയാണ് നമ്മൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത നമ്മൾ പോലും മനസ്സിലാക്കാത്ത കൃപ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ നടന്നു പോകുന്ന കാര്യങ്ങളെ ലാഘവത്തോടെ കാണുകയും ഇങ്ങനെ നടന്നാൽ മതി എന്ന് അതിനോട് പെരുമാറുകയും അതിനെ ആ രീതിയിൽ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളേണ്ടത് എന്തിനെയെല്ലാമാണ് എന്ന് മനസ്സിലാക്കണമെന്ന്. ശിഷ്യന്മാർ ചിന്തിച്ചു, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിനെ ആ കാലഘട്ടങ്ങളോട് ചേർത്ത് വായിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താണ് കർത്താവ് പറയാണ്? ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന്. ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തെ തിരിച്ചറിയണമെങ്കിൽ ചിലതൊക്കെയും നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിലൂടെ കാണണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ കാണുന്നത് സാരമില്ല, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനോട് കോംപ്രമൈസ് ചെയ്യുവാനാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയതായ നന്മകളെയും എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകളെയും പലപ്പോഴും നമ്മൾ മറന്ന് സാരമില്ല ഒരു കോംപ്രമൈസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വിശ്വാസത്തെ പലപ്പോഴും ഇത് കുഴപ്പമില്ല, ഇങ്ങനെയും ജീവിക്കാമല്ലോ, ഇങ്ങനെയും മുന്നോട്ട് പോകാമല്ലോ എന്ന് കരുതി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയാണ് തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്ന്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കിയത്? അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ആ അത്ഭുതങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്, ദൈവവിളി ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു തിരഞ്ഞെടുപ്പാണ്. കർത്താവ് നമ്മെ ചൂണ്ടിക്കാണിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വളർച്ചയെത്തുന്ന ഒരു നിയോഗമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇത് 2000 വർഷം മുമ്പ് എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ദൈവഹിതം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അത്ഭുതങ്ങളുടെ അനവധിയായ കലവറകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത പല മേഖലകളിലും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ടതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ എവിടെയാണ് അവ മറന്നുപോയിട്ടുള്ളത്? എവിടെയാണ് നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയിട്ടുള്ളത്? ഇത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, സാരമില്ല എന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും.
അതിനെയല്ല, അപ്രകാരം ജീവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ കുരിശിലേക്ക് ചേർന്ന് നടക്കുവാൻ വേണ്ടിയാണ്. അൽവാരിയോസ് പിതാവിന്റെ ഓർമ്മ കൊണ്ടാടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയല്ലേ, ആ പിതാവിന് ഈ ലോകം വെച്ച് നീട്ടിയ സൗഭാഗ്യങ്ങളുടെ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ നടന്നു പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ താൻ അറിഞ്ഞതായ വിശ്വാസത്തെ, താൻ കണ്ടെത്തിയതായ വിശ്വാസത്തെ, തന്റെ സഭാസ്നേഹത്തെ മുറുകെ പിടിച്ച പിതാവാണ് അൽവാരിയോസ് പിതാവ്. അദ്ദേഹത്തിന്റെ ഓർമ്മയും നമ്മെ സംബന്ധിച്ച് അപ്രകാരം ഒരു തിരിച്ചറിവായിരിക്കണം. ദൈവം നടത്തിയ വഴികൾ, അതിവിടെ ചിലപ്പോൾ മുള്ളുകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ആ വേദനകൾക്കപ്പുറമായി ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കണം. മൂന്നാമത്, പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. കർത്താവ് പറയാണ്, നിങ്ങൾ സാധുക്യരുടെയും മറ്റുള്ളവരുടെയും ഒന്നും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഇടയാകരുത് എന്ന്. നിങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം അത് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ചില സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തമ്പുരാന്റെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കണം. നിരാശയും പിന്നോട്ടുള്ള യാത്രയുമല്ല കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മുറുകെ പിടിച്ച് തന്റെ സഹനത്തെ ചേർത്ത് വായിക്കുവാൻ സാധിക്കുന്നവനാകണം ഓരോ ക്രിസ്ത്യാനിയും. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിയോഗവും വിളിയും എന്ന് പറയേണ്ടത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മുടെ ജീവിതം ആത്മീയമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനുള്ള ഒരു നിയോഗവും വിളിയുമാണ്. ആ നിയോഗവും വിളിയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നമ്മൾ കാണുവാൻ ഇടയാക്കും. രണ്ടാമത്, ദൈവഹിതം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പോലും അറിയാത്ത സാഹചര്യത്തിലൂടെ, നമ്മൾ പോലും മനസ്സിലാക്കാത്ത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു കരം നമ്മെ ഓരോരുത്തരും ചേർത്ത് പിടിച്ചിട്ടില്ലേ? ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്, അപ്രകാരം തിരിച്ചറിവുണ്ടാകുന്നത് പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരാശാപരമായ അനുഭവങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുവാനുള്ളതായ ചവിട്ടുപടിയായിരിക്കും. അത് തിരിച്ചറിവാണ്, ആ ബോധ്യമാണ് നമ്മിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നത്, നീ നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു സ്നേഹം നമ്മുടെ സാക്ഷ്യമായി തീരുകയുള്ളൂ. അൽവാരിയോസ് പിതാവിൻ്റെ മധ്യസ്ഥത നമുക്കും സാക്ഷ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷ്യമുള്ള ഒരു അന്തരീക്ഷം, സാക്ഷ്യമുള്ള ഒരു കൃപ നമ്മിൽ ഉണ്ടാകണം. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.